ഇന്ന് ഇപ്പോഴുള്ള രോഗങ്ങളുടെ എല്ലാം മെയിൻ കാരണം ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എവിടെയുണ്ട് ഇപ്പോഴത്തെ രോഗങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആഹാരശൈലികളും ആഹാരത്തെ ജീവിത ശൈലികളും അടുക്കളയിൽ നിന്നും നമ്മൾ ഒരുപാട് ദൂരോട്ട് അകന്നു പോയതിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് പണ്ടുള്ളതിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഇങ്ങനെ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പം മാധ്യമങ്ങളും ചാനലുകളും ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഇതിനെ ഊതി വീർപ്പിക്കുകയും രോഗങ്ങൾ ഉണ്ടാകാനുള്ളതായ വഴിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വഴിയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആഹാരത്തിനകത്ത ടിൻ ഫുഡുകൾ, ആഹാരത്തിലുള്ള പാക്കറ്റ് ഫുഡുകളും ടിൻ ഫുഡുകളും, പിന്നെ പാല്, പഞ്ചസാര, പിന്നെ മൈദ, മസാലകൾ, എസൻസുകൾ, സിന്തറ്റിക് കളറുകൾ, ഇതെല്ലാം ശരീരത്തിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ മാത്രമേ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നുള്ളൂ. ഇതുകൊണ്ടാണ് ക്യാൻസർ വരെ ഉണ്ടാകുന്നതെന്നുള്ളത് എല്ലാ ശാസ്ത്രങ്ങളും തെളിയിക്കപ്പെട്ടും കഴിഞ്ഞാണ്. ഇതിനകത്ത് നിന്ന് എങ്ങനെ പ്രതിവിധി നേടാമെന്നതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ അതിന് ഞങ്ങളൊരു ഉദാഹരണം കാണിച്ചത്, ആയുർവേദത്തിനകത്തും ഇപ്പോഴെല്ലാം എസൻസുകളും എല്ലാം പിന്നെ സിന്തറ്റിക് കളറുകളും എസൻസുകളും കയറി തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? ഇത് കഴിച്ചാൽ ഒരു അസിഡിറ്റി ഉണ്ടാകുന്ന ഒരു മനുഷ്യന് ഒരു കഷായം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അസിഡിറ്റി കൂടുക ചെയ്യണേ. അതിൻ്റെ കാരണം തിരക്കപ്പോഴാണ് അതിനകത്ത് നമ്മളിടുന്നതായ പ്രിസർവേറ്റീവുകൾ നമ്മൾ ആരും അറിയാതെ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റിനെ പോലുള്ളതും സോഡിയം ബെൻസോയിറ്റും ബെൻസോയിക് ആസിഡിനെ പോലുള്ള സാധനങ്ങൾ ഇടുകയും അത് കഴിച്ചിട്ട് ആയുർവേദം നമ്മൾ കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സാധനത്ത് പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നാട്ടുവൈദ്യമുണ്ട്, നാട്ടറിവുകളുണ്ട്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അതുകൊണ്ട് ഏറ്റവും വലിയ മഹാരോഗങ്ങൾ വരെ മാറ്റാൻ പറ്റുമെന്നുള്ളത് പണ്ടുള്ള അമ്മമാർക്കറിയായിരുന്നു. അതിനുദാഹരണം, പണ്ട് ക്യാൻസർ ഒരു രോഗമേ ആയിരുന്നില്ല. ആ ക്യാൻസറിനെ ചികിത്സിക്കാൻ ഇഷ്ടംപോലെ നാട്ടുവൈദ്യം ഉണ്ടായിരുന്നു. അന്ന് ക്യാൻസർ ഇങ്ങനെ വരില്ലായിരുന്നു. ഇന്ന് ഏതെല്ലാം മരുന്ന് കഴിച്ചാലും യാതൊരു രക്ഷയില്ലാത്ത കണ്ടീഷൻ എങ്ങനെ വന്നു, അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോഴും തിരക്കിറങ്ങുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതിന് നമുക്ക് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സിദ്ധാന്തം ഏത് രോഗത്തെയും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിവുള്ളതായ ഒരു രീതിയിലാണ് നമ്മുടെ സംവിധാനം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെ അതിൻ്റെ വഴിക്ക് വിടാൻ മാത്രം ശ്രമിച്ചാൽ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറാനായിട്ട് വേറെ ഒരു വഴിയും വേണ്ട. അതിന് എന്നാൽ രോഗങ്ങൾ ഏതുണ്ടായാലും അതിനെ തിരിച്ച് നമുക്ക് രോഗമില്ലാതാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഒറ്റ വഴിയേ ആവശ്യമുള്ളൂ. ഒന്ന്, ആ രോഗത്തെ പറ്റി പഠിക്കുക. രണ്ട്, എവിടെയാണ് നമുക്ക് തകരാറ് സംഭവിച്ചത്, ഏത് ഗ്രന്ഥികൾക്കാണോ അല്ലെങ്കിൽ ഏത് അവയവങ്ങൾക്കാണോ നമുക്ക് തകരാറ് സംഭവിച്ചത്, അതിൻ്റെ ശുദ്ധികലശം ചെയ്യാൻ അതിനറിയാം. അതിന് കഴിവ് കുറവാണെങ്കിൽ അതിനെ എങ്ങനെ കഴിവ് കൂട്ടിയെടുക്കാം. ഈ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. എല്ലാ രോഗങ്ങളും, ഏത് രോഗമായിക്കോട്ടെ, ഒരു രോഗങ്ങളും നമ്മുടെ ശരീരം നമ്മളെ നശിപ്പിക്കാനായിട്ടുണ്ടായിട്ടില്ല. എല്ലാ രോഗങ്ങളും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈവൻ ക്യാൻസർ പോലും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഉണ്ടാകുന്നുള്ള അടിസ്ഥാന തത്വം. ഇത് എല്ലാവരും മറന്നുപോയിട്ടാണ് ചികിത്സ നടത്തുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു, ഏത് രോഗവും വരട്ടെ, ഏത് അസിഡിറ്റിയോ അൾസറോ പൈൽസോ പിന്നെ സ്കിൻ ഡിസീസോ സോറിയാസിസോ എന്ത് ഇത് വന്നാലും ശരി, അതിനെ ശുദ്ധികലശം ചെയ്യാൻ ശരീരത്തിനെ എങ്ങനെ പ്രേരിപ്പിക്കാമോ ആ റൂട്ടൊന്ന് തെളിച്ചു കൊടുത്താൽ എല്ലാ കാര്യം നടക്കുമെന്നാണ് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ച ഏറ്റവും വലിയ സത്യം. അതിനു വേണ്ടിയാണല്ലോ ഇപ്പം നമ്മൾ ഈ പുതിയ പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോരുത്തരെടുത്തും പോയിട്ട് ഇതുകൊണ്ട് ചികിത്സിച്ച ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് ആണല്ലോ നമ്മളിപ്പം കണ്ടുവച്ചിരിക്കുന്നത്. അല്ലേ? ശരിയല്ലേ? ശരിയാണോ? ഇപ്പം നോക്കി ഞാൻ ചോദിച്ചോട്ടെ. ഇന്നത്തെ ഫാസ്റ്റ് സമൂഹത്തിന് ഫാസ്റ്റ് ഫുഡുകളാണ് കൂടുതൽ താല്പര്യം. അത് മനുഷ്യന്റെ എളുപ്പത്തിന് വേണ്ടിയും പെട്ടെന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഇത്രത്തോളം മനുഷ്യന് ദോഷകരമായി തീരുന്നു. അതല്ല, ഫാസ്റ്റ് ഫുഡ് മാത്രമല്ല, ടിൻ ഫുഡുകളെല്ലാം പിന്നെ എല്ലാ കൃത്രിമ ആഹാരങ്ങളും നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹോർമോണുകൾ, അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം എടുക്കാൻ പോകുന്നു.
വെള്ളം എടുക്കാൻ പോകുമ്പോൾ അത് ആ വെള്ളം പച്ചവെള്ളമാണെങ്കിൽ ആ പച്ചവെള്ളത്തിനെ ദഹിപ്പിക്കാനുള്ളതും അതിനകത്ത് ഓക്സിജൻ ഉള്ളതുമായ നല്ല പച്ചവെള്ളം കുടിക്കുന്ന സ്ഥാനത്ത് ഓക്സിജൻ ഒന്നുമില്ലാത്ത DDT നിറച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഡൈയൂറിക് ആസിഡ് നിറച്ചിരിക്കുന്നതുമായ മിനറൽ വാട്ടറിനെ പോലുള്ളതിനെ നമ്മൾ ആശ്രയിക്കാൻ പോകുമ്പോൾ വീണ്ടും ശരീരത്തിൻ്റെ ഹോർമോണുകളും ഗ്രന്ഥികളും ഓരോ സാധനങ്ങളും അവയവങ്ങളും വീണ്ടും മലിനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണോ നല്ലത് കണ്ട് നമ്മൾ പിന്നെ പരസ്യത്തിൻ്റെ പുറയിലാണല്ലോ ഇന്നെല്ലാം കച്ചവടം നടക്കണേ. ഈ പരസ്യത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്കറിയുന്നില്ല. അപ്പോൾ ഇത്രയും പരസ്യം കാണുമ്പോൾ ആൾക്കാർ വിചാരം അമിതാഭ് ബച്ചൻ കഴിക്കുന്നു, അല്ലെങ്കിൽ മോഹൻലാൽ കഴിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ആളുകൾ കഴിക്കുന്നു, ഡോക്ടർമാർ പറയുന്നു, അവർ പറയുന്നു. ഇതൊരു നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം സത്യമാണെന്നൊരു ഈ പച്ച കള്ളം പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ചെടുക്കുമ്പോൾ അത് സത്യമാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ കള്ളം. അവിടെ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഏത് സാധനം നമ്മൾ ഉടുപ്പോ ഒരു പാൻറ്റോ അല്ലെങ്കിൽ ഒരു ജെട്ടിയോ ഒരു ബെന്നിനോ മേടിക്കണമെങ്കിൽ 10 കടകളിൽ നമ്മൾ കയറി ഇറങ്ങും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കാൻ, എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കാൻ നിങ്ങൾ ഒരിടത്തും തിരക്കുന്ന പോലുമില്ല. ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന സംവിധാനം മാറ്റി വെക്കണം ആദ്യം. എന്നിട്ട് പഴയ പരമ്പരാഗതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് പരമ്പരാഗതമായിട്ട് തന്നെ നമുക്കിപ്പോൾ ഒരു പനി വരുന്നു, അതിനെന്ത് ചെയ്യുന്നത്? ചുക്കും കുരുമുളകും തുളസിയിലയും മല്ലിയും കൂടെ മല്ലിക്കാപ്പി ഉണ്ടാക്കി പണ്ട് കുടിച്ചൊരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ആ മല്ലിക്കാപ്പി കുടിച്ചാൽ ഇന്ന് കേൾക്കത്തില്ല. കാരണം ഇന്ന് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങളെല്ലാം കൃത്രിമമാണ്. അപ്പോൾ ഉള്ളിലോട്ട് വിഷങ്ങളെ കയറ്റാതിരുന്നതിന് ശേഷം വേണം നമ്മൾ ആ മല്ലിക്കാപ്പിലേക്ക് തിരിച്ചു പോകാൻ. ആദ്യത്തെ സംവിധാനം എന്ത് ചെയ്യണം? ആദ്യമേ വിഷാംശങ്ങളും നമുക്ക് എന്താ സംഭവിച്ചത് നമ്മൾ ആദ്യം പഠിക്കണം. അത് പഠിച്ചതിന് ശേഷം ആദ്യമേ അകത്തോട്ട് കയറ്റുന്ന അതിനെ നിർത്തണം. നിർത്തിയതിന് ശേഷം നിങ്ങൾ ഏത് രോഗത്തിനുമായിട്ട് വാ, അതിനെ നമുക്ക് ആ പഴയ പിന്നെ എന്താ പരമ്പരാഗതമായ ഹെറിഡിറ്ററി അതിലേക്കൂടെ നമുക്ക് ഇനി ഏത് രോഗത്തിനെയും മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അതിന് ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ആ കഴിക്കുന്ന ആഹാരങ്ങൾ അതിനകത്ത് മാലിന്യമില്ലെന്ന്, അതിനകത്ത് വിഷാംശം ഇല്ലെന്നും, ഇത് ശരീരത്തിൽ ചെന്നാൽ കുഴപ്പം സൃഷ്ടിക്കില്ല എന്നും നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ആഹാരം കഴിച്ചു നോക്ക്. എന്നിട്ട് എന്നോട് ചോദിച്ചു ഈ രോഗം മാറ്റാൻ പറ്റുമെന്ന്. അങ്ങനെ മാറ്റിയെടുത്തിട്ട് ശേഷം അങ്ങനെ അതിൽ നിന്ന് ദൂരോട്ട് മാറ്റിയെടുത്തതിന് ശേഷം രണ്ടാമത് മാത്രമേ ഞാൻ മരുന്നല്ല, ഞാൻ ഈ ആഹാരത്തിനകത്തും അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം കൊടുക്കാറുള്ളൂ. അങ്ങനെയാണ് ഇപ്പം നിങ്ങളെല്ലാവരും പോയി പരിശോധിച്ച അല്ലെ പിന്നെ ഇൻ്റർവ്യൂ ചെയ്ത എല്ലാവരും പറഞ്ഞല്ലോ, എല്ലാവർക്കും ചെയ്തത് ഒറ്റ കാര്യമല്ലേ ഉള്ളൂ, വായിച്ചില്ലല്ലോ. അപ്പോൾ അവിടെയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. എന്തു പറ്റി, അവയവങ്ങൾക്ക് എന്ത് പറ്റി, ഗ്രന്ഥികൾക്ക് എന്ത് പറ്റി, ആ പറ്റിയത് നമുക്ക് അതിനെ ഉന്മൂലനാശം ചെയ്യണം. ഏതിനെ? ഈ അകത്തോട്ട് കയറുന്ന വിഷത്തെ ഇല്ലാതാക്കിയതിന് ശേഷമേ നമ്മൾ ഞാനൊരു വഴി കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെ അവയവങ്ങളെ വൃത്തിയാക്കാൻ പോകുമ്പോൾ നിങ്ങൾ അകത്തോട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോറിയാസിസ് വന്ന സോറിയാസിസ് വന്ന ആളിൻ്റെ ബേസിക് പ്രശ്നം അല്ലെ മലബന്ധമാണ്. ഒരു ചൊറിച്ചിലുണ്ടാകും.